ഹായ്. നമ്മള് ഓൾറെഡി എസ്.ബി.ഐയുടെ കുറേ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെഷൻ തൊട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ടൈം ആൻഡ് വർക്ക് ആൻഡ് പൈപ്സ് ആൻഡ് സിസ്റ്റം, ഈ ഒരു 2 ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ടൈം ആൻഡ് വർക്കും ആൻഡ് അടുത്ത സെഷനിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ലാസ്റ്റ് 3 ഇയർ എസ്.ബി.ഐയുടെ ക്ലർക്കിൻ്റെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സിംപ്ലിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. പെർസെൻറ്റേജ്, റേഷ്യോ, മിക്സ്ചർ, അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ലാസ്റ്റ് 3 ഇയേഴ്സ് എസ്.ബി.ഐയുടെ ക്ലർക്കിൻ്റെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് പ്ലേലിസ്റ്റ് എടുത്തിട്ട് അവിടുന്ന് ഒരുമിച്ച് ഈ വീഡിയോസ് ഒക്കെ തന്നെ കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് ഇനി ഡയറക്റ്റ്ലി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ടൈം ആൻഡ് വർക്ക്. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് തന്നെ പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ A minus 19 days, while A minus 9 persons can complete a job in A minus 15 days. How many person can finish twice the job in 54 days? അപ്പോൾ നമ്മുടെ വർക്ക് ഡൺ ബൈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി വരുന്ന ക്വസ്റ്റൻസ് ആണ് ടൈം ആൻഡ് വർക്കിൽ നിന്ന്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ലാസ്റ്റിൽ ചോദിച്ചിരുന്ന കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ എയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി, അപ്പോൾ എത്രയെങ്കിലും പേഴ്സൺ ആയിക്കോട്ടെ അത്രയും പേഴ്സൻ്റെ എഫിഷ്യൻസി ഇൻറ്റു അവരുടെ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വർക്ക് കിട്ടുന്നത്. സോ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എ പേഴ്സൺ ഇൻറ്റു അവർ ചെയ്യാനെടുക്കുന്ന സമയം എ മൈനസ് 19 ഈക്വൽ ടു എ മൈനസ് 9 പേഴ്സൺ അതേ വർക്ക് ചെയ്യുന്നത് എ മൈനസ് 15 ഡേയ്സ് കൊണ്ടാണ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പും ചെയ്യുന്ന വർക്ക് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. സോ നമുക്ക് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്തൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് 19 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 9 മൈനസ് 15 മൈനസ് 9 ഇൻറ്റു എ മൈനസ് 9 നമുക്ക് ഇവിടെ മൈനസ് 15 ഇൻറ്റു ഇ എ, സോ മൈനസ് 15 ആൻഡ് ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസും 9 ഇൻറ്റു 15 നമുക്ക് 135 എന്ന് വരും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ആദ്യം തന്നെ എ സ്ക്വയറും ക്യാൻസൽ ആവും. ഇവിടെ നിന്ന് ഞാൻ ഈ മൈനസ് 19 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 19 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഈ 9 ഇവിടെ നിന്ന് ഒരു 10 കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി വരുന്ന ഒരു 5 മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് എനിക്ക് 135 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ എയുടെ വാല്യൂ എത്ര വരുന്നുണ്ട്, നമുക്കിവിടെ 27, എയുടെ വാല്യൂ നമുക്ക് ഇവിടുന്ന് 27 വരുന്നുണ്ട്. സോ 27 ആണ് ക്വസ്റ്റനിൽ തുടങ്ങാൻ നേരത്തെ പറയുന്ന ദ നമ്പർ ഓഫ് പേഴ്സൺസ്, 27 പേഴ്സൺ എന്നുള്ളത്. ഇനി ക്വസ്റ്റൻ്റെ ലാസ്റ്റ് ലൈൻ നമുക്ക് നോക്കാം. ക്വസ്റ്റൻ്റെ ലാസ്റ്റ് ലൈനിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പേഴ്സൺ ക്യാൻ ഫിനിഷ് ട്വൈസ് ദി ജോബ് ഇൻ 54 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് കണ്ടീഷൻ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എടുക്കാം. 27 പേഴ്സൺ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 27 മൈനസ് 19 ഡേയ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ ഈ ആദ്യത്തെ കണ്ടീഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വൽ ടു ഇതിനെ ഇക്വേറ്റ് ചെയ്യേണ്ടത് അവസാനം ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ മെനി പേഴ്സൺ എത്ര പേരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വർക്ക് എന്ന് പറയുമ്പോൾ ബൈ 2 എന്ന് വരും, ഹാഫ്, ആൻഡ് നമുക്ക് 54 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം നോക്കിയാൽ. അപ്പോൾ എഗെയിൻ അവരുടെ ആ ഒരു എഫിഷ്യൻസി ഇൻറ്റു ടൈം, ഇവിടെ ട്വൈസ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിന് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുന്ന അതേ വർക്കിന് അത് ഇക്വേറ്റ് ആവും അതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ മതി. സോ നമുക്കറിയാം 2ഉം 50 ക്യാൻസൽ ചെയ്താൽ 27 വരും. 27 ക്യാൻസൽ ആയി പോകും. 27ൽ നിന്ന് നമ്മൾ 19 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടും, 8 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പേഴ്സൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 8 പേഴ്സൺസ് ആണ് നമുക്ക് വേണ്ടിയത് ഇതിൻ്റെ ഇരട്ടി വർക്ക് 54 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. സോ ഹൗ മെനി പേഴ്സൺ ക്യാൻ ഫിനിഷ് ട്വൈസ് ദ ജോബ് ഇൻ 54 ഡേയ്സ്? 8 പേഴ്സൺ ക്യാൻ ഫിനിഷ് ട്വൈസ് ദ ജോബ് ഇൻ 54 ഡേയ്സ്. ക്ലിയർ അല്ലേ? ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 8 ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റൻ: എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 24 ഡേയ്സ്. അപ്പോൾ എയും ബിയും കൂടി ഒരു വർക്ക് തീർക്കാൻ 24 ദിവസം എടുക്കുന്നു. ഇഫ് എ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 48 ഡേയ്സ്, അപ്പോൾ ഇതേ ജോബ് എക്ക് ഫിനിഷ് ചെയ്യാൻ 48 ഡേയ്സ് ആണ് വേണ്ടിയെങ്കിൽ ബിക്ക് ഈ വർക്ക് ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാൻ ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ ക്യാൻ ഫിനിഷ് ദ വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്കവിടെ ചുമ്മാ നോക്കുമ്പോൾ തന്നെ കാണാം ഈ 24യുടെ ഹാഫ് ആണ് നമ്മുടെ 24യുടെ ഡബിൾ ആണ് 48 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ 48 ഡേയ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ബിയും എത്ര എടുത്താൽ മാത്രമേ എയും ബിയും കൂടി അതിൻ്റെ പകുതി സമയം കൊണ്ട് തീർക്കത്തുള്ളൂ? ബിയും 48 തന്നെ എടുക്കണ്ടേ? അപ്പോൾ ഓരോരുത്തരും 48 ആണ് എടുക്കുന്നതെങ്കിൽ ആ രണ്ടുപേരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സമയം 24 ദിവസം എടുക്കും, അത്രയേ ഉള്ളൂ. സോ ആൻസർ എന്ത് വരും, നമ്മുടെ 48 എന്ന് വരും. ചുമ്മാ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതല്ല നമുക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. ഇപ്പോൾ എ പ്ലസ് ബി അവരുടെ എഫിഷ്യൻസി ഇൻറ്റു അവർ ചെയ്യാൻ എടുക്കുന്ന സമയം 24 ദിവസം, ഇതേ വർക്കാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന ബി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പം ബി ഇൻറ്റു ബി അത് എത്ര ദിവസം കൊണ്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഈ എഫിഷ്യൻസിയുടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എഫിഷ്യൻസി വാല്യൂ കണ്ടുപിടിച്ചാലും നമുക്ക് ഇവിടെ 48 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും. ഇവിടെ 1 and 1 ആണ് വരാൻ പോകുന്നത്. സോ ഇവിടെ 2 ഇൻറ്റു 24 ആൻഡ് ഇവിടെ
1 ഇൻറ്റു എക്സ്. സോ 2 ഇൻറ്റു 24 48. ഇൻ കേസ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താണ്ടെ ഇങ്ങനെയാണ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇൻ കേസ് നമുക്കിപ്പം എക്സാക്ട്ലി ഇതേപോലെ അല്ല വന്നിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ ചുമ്മാ നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ ഡബിൾ ആണ് 48. സോ മറ്റേ ആളും 48 വന്നാൽ മാത്രമേ ഇത് 24 ഡേയ്സ് കൊണ്ട് ഈ വർക്ക് തീരത്തുള്ളൂ. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം എ സർട്ടൻ വർക്ക് was completed by A in 90 days, B in 12 days and C in 15 days. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ ആ ഒരു ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 ഡേയ്സ് ആണ് എടുക്കുന്നത്, ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് ആണ് എടുക്കുന്നത് ആൻഡ് സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് ആണ് എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് അവിടെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വർക്ക് ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 9ഉം 12ഉം 15ഉം ഒരേപോലെ പോകുന്ന വാല്യൂ എടുക്കുകയാണെങ്കിൽ 180ൽ ഇതെല്ലാം പോകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 9 ആണ് 18, പിന്നെ 0 കൂടി എടുക്കാം. ദെൻ നമുക്ക് 15 ഇൻറ്റു 12 ആണ് നമുക്ക് 180 എന്ന് പറയുന്നത് ആൻഡ് 12 ഇൻറ്റു 15 ആണ് നമുക്ക് 180 എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ എഫിഷ്യൻസി എല്ലാം കിട്ടി, അവിടെ എല്ലാ വാല്യൂസ് ഒക്കെ കിട്ടി. ഇനി ചോദിച്ചേക്കുന്നതിലേക്ക് പോവാം. ഇഫ് എ ആൻഡ് സി ഡിഡ് വർക്ക് ഫോർ 4 ഡേയ്സ് ആൻഡ് ലെഫ്റ്റ് ദെൻ ബി വിൽ ഫിനിഷ് ദ റിമൈനിങ് വർക്കിന്. അപ്പോൾ നമ്മുടെ പാർഷ്യൽ വർക്കിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയുന്നത് എത്രയേ ഉള്ളൂ, എയും സിയും കൂടി ഇവിടെ മൊത്തം 4 ദിവസം വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് സിയുടെ എഫിഷ്യൻസി ഇൻറ്റു അവർ ചെയ്യാനെടുക്കുന്ന സമയം 4 പ്ലസ് റിമൈനിങ് ബി ആണ് കംപ്ലീറ്റ് ചെയ്തത്. സോ ബി എത്ര ദിവസത്തിന് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അറിയത്തില്ല. സോ ബി ഇൻറ്റു എക്സ്. ഇവരെല്ലാവരും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ ടോട്ടൽ വർക്കായ 180 ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. സോ ആ 180 ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ വാല്യൂസ് എല്ലാം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ വരും. സോ എ പ്ലസ് സി. എ പ്ലസ് സി എന്ന് പറയുമ്പം 20യും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു 12ഉം, എയും സിയും 20യും 12ഉം. അങ്ങനെയാണെങ്കിൽ അതിനോടുകൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേന്ന് 20 + 12 നമുക്ക് 32 എന്ന് വരും. സോ 32 ഇൻറ്റു 4 പ്ലസ് ബിയുടെ വാല്യൂ എത്ര, 15 ഇൻറ്റു എക്സ് ഈക്വൽ ടു 180. ഇനി നമ്മളിതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 15 എക്സ് ഈക്വൽ ടു നമുക്ക് 32 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്ക് 180 മൈനസ് 3 ഇൻറ്റു 4 12ഉം 2 ഇൻറ്റു 4 8ഉം. നമുക്ക് അതൊന്ന് മൈനസ് ചെയ്താൽ മതി. സോ നമുക്ക് 180 നിന്ന് 128 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും, 52 എന്ന് വരും. ആൻഡ് നമുക്ക് ഇവിടെ 15 എക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടി എക്സ് ഈക്വൽ ടു ആ 52നെ നമ്മൾ ആ ഒരു 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 52ൻ്റെ അത് 15 എത്ര വട്ടം പോവും, 3 തവണ പോവും. റിമൈൻഡർ എത്ര വരും, 7 വരും ഔട്ട് ഓഫ് 15. സോ 37/15 ഡേയ്സ് എന്ന് നമുക്ക് ആൻസർ വരും. 37/15 ഡേയ്സ്. ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ എ 37/15 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരുൺ ആൻഡ് Karun can do a piece of work in 18 days and 27 days respectively. ഓക്കെ, അപ്പം വരുൺ ആൻഡ് കരുൺ അവരെടുക്കുന്ന സമയം 18ഉം 27ഉം. സോ നമുക്ക് LCM 54 എന്ന് എടുക്കാം. 54 എടുക്കുകയാണെങ്കിൽ 3 ഇൻറ്റു 18 ആണ് 54, 2 ഇൻറ്റു 27 ആണ് 54. ഇതവിടെ എഫിഷ്യൻസി, ഇതവിടെ ടൈം ആൻഡ് ഇതവിടെ വർക്ക്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് കരുൺ സ്റ്റാർട്ട് ദ വർക്ക് ആൻഡ് വരുൺ ജോയിൻഡ് ഹിം ആഫ്റ്റർ സം ഡേയ്സ്. ദ ടോട്ടൽ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ 15 ഡേയ്സ് ഫ്രം ദ ബിഗിനിങ്. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഡിഡ് വരുൺ ജോയിൻ വിത്ത് കരുൺ. അപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്യുന്നതെന്നല്ല ചോദിക്കുന്നത്, എത്ര ദിവസത്തിന് ശേഷമാണ് വരുൺ ജോയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഫുൾ ടൈമും വർക്ക് ചെയ്യുന്ന ആരാ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം 15 ദിവസം കൊണ്ട് വർക്ക് തീരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 ദിവസം വർക്ക് ചെയ്തിട്ടുള്ള ആളാരാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. ആരാ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, കരുൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കരുൺ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ 15 ഡേയ്സും കരുൺ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് വരുൺ എത്ര ദിവസമേ വർക്ക് ചെയ്യുന്നുള്ളൂ നമുക്കറിയില്ല. പക്ഷെ അത് കിട്ടിയിട്ട് വേണം അതിനെ 15 നിന്ന് മൈനസ് ചെയ്യാൻ, എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ എടുത്തുള്ളൂ. എന്നിട്ട് അവിടെ ചോദിക്കുന്നത് എത്ര ദിവസത്തിന് ശേഷമാണ് ജോയിൻ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്, അല്ല എത്ര ദിവസം വർക്ക് ചെയ്തു എന്നല്ല. ഇപ്പോൾ ഇവിടെ എച്ച് ഡേയ്സ് ആണ് വർക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് ആ 15 എക്സ് മൈനസ് ചെയ്താൽ എത്ര ദിവസത്തിന് ശേഷം ജോയിൻ ചെയ്തു എന്നുള്ള കിട്ടത്തുള്ളൂ. ആൻഡ് ഇതെല്ലാം കൂടി ഈക്വൽ ടു നമുക്ക് ടോട്ടൽ വർക്കായ ആ 54 എന്ന് വരും. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് സോൾവ് ചെയ്താൽ മതി. സോ അങ്ങനെ ഈ കരുണിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 2 ആണ്. സോ 2 ഇൻറ്റു 15 നമുക്കിവിടെ 30 എന്ന് വരും. പ്ലസ് വരുണിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് 3 ആണ്. സോ 3x ഈക്വൽ ടു 54. നമുക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാം, ഓർ എൽസ് ക്യാൻസൽ ചെയ്തിട്ട് മൈനസ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്താൽ ക്യാൻസൽ ചെയ്യാം. സോ 54ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ നമുക്ക് 24 എന്ന് വരും. അങ്ങനെ നമ്മുടെ എക്സിന്റെ വാല്യൂ നമുക്ക് 8 എന്ന് വരും. സോ ആക്ച്വലി അവിടെ വരുൺ എത്ര ദിവസമാണ് വർക്ക് ചെയ്ത്, 8 ഡേയ്സ് ആണ് വർക്ക് ചെയ്തത്. പക്ഷെ നമ്മുടെ ആൻസർ 8 ഡേയ്സ് അല്ല. ആൻസർ എന്താണ്, നമ്മുടെ ഈ 15ൽ നിന്ന് 8 ഡേയ്സ് വർക്ക് ചെയ്ത ജോയിൻ ചെയ്ത് എത്ര ദിവസത്തിന് ശേഷമായിരിക്കും, 7 ദിവസത്തിന് ശേഷമായിരിക്കും ജോയിൻ ചെയ്തത്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അറിയാതെ പോലും നമ്മൾ ഓപ്ഷനിൽ പോയി 8 മാർക്ക് ചെയ്യില്ല. നമ്മുടെ റൈറ്റ് ആൻസർ എന്ത് വരും, 7 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 30 men takes 25 days to dig a pond. If the pond would have been dug in 15 days, then what is the number of men to be employed? അപ്പം അഗെയിൻ നമ്മുടെ ആ ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്.
30 മെൻ 25 ദിവസം കൊണ്ട് ഒരു പോണ്ട് ഡക്കുകയാണെങ്കിൽ ഈ പറയുന്ന 15 ദിവസം കൊണ്ട് ഈ വർക്ക് തീർക്കണമെങ്കിൽ എത്ര മെൻ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 15ഉം ഇതുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് വരും. 2 ഇൻറ്റു 25 നമുക്ക് 50 മെൻ എന്ന ആൻസർ വരും. 50 മെൻ ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ സി 50 മെൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് എസ് ബി ഐയുടെ ക്ലർക്ക് ചോദിച്ചിട്ടുള്ള നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. സോ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമുക്ക് അവിടെ ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുകൂടാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കൂടാതെ ചെയ്യാനുള്ള നിങ്ങൾക്കറിയാം ടൈം ആൻഡ് വർക്ക് മാത്രമല്ല ചോദിക്കുന്നത്, ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റം കൂടി ചേർത്ത് ഒരു ക്വസ്റ്റൻ ആണ് എക്സാമിൽ ചോദിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 9 to 12 ക്വസ്റ്റൻ സംതിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒരു എന്താ പറയുക 5 to 6 ക്വസ്റ്റൻസ് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റൻസ് ആണ് ടൈം ആൻഡ് വർക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി റിമൈനിങ് പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മാക്സിമം സ്റ്റെപ്സ് ഒന്ന് കുറച്ചുകൊണ്ട് എഴുതുന്നത് കുറച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തു പോയാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഐ ഹോപ്പ് ഈ സെഷൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനും എന്തൊക്കെയാണ് ചോദിക്കുന്നുള്ള മനസ്സിലാക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് കൂടാതെ നേരത്തെ സെഷൻസ് കാണാത്തവരാണെങ്കിൽ ലൈക് സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം നമ്മുടെ പെർസെൻറ്റേജ്, റേഷ്യോ, മിസ്റ്റർ അങ്ങനെയുള്ള സെഷൻസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടുന്ന് ആ സെഷൻസ് ഒക്കെ കാണാവുന്നതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഇതിന്റെ റിമൈനിങ് പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആൻഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.